നമസ്കാരം, വെൽക്കം ടു വിനേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSCയിലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞു കാണും. കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ സിവിൽ ഉള്ളവർക്കും മെക്കാനിക്കൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ ഹയർ ആയിട്ടുള്ള ബിടെക് സിവിൽ, ബിടെക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് മുന്നേ ഇത് വിളിച്ച സമയത്ത് തന്നെ ഇതോടൊപ്പം തന്നെ കേരള KSEBയിലെ സബ് എഞ്ചിനീയർ സിവിലും ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്വാളിഫിക്കേഷനും സിമിലർ ആയതുകൊണ്ട് തന്നെ KSEB സബ് എഞ്ചിനീയർ സിവിലും അതുപോലെ വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയറും ഒരുമിച്ചായിരുന്നു എക്സാം നടന്നിരുന്നത്. രണ്ടിന്റെയും ഒരുമിച്ചാണ് എക്സാം നടന്നിരുന്നത്. രണ്ടിന്റെ റാങ്ക് ലിസ്റ്റിലും ഏകദേശം 250 റേഞ്ചിൽ ഉദ്യോഗാർത്ഥികളുണ്ട്. ഒരു 70% കാൻഡിഡേറ്റ്സും രണ്ടിലും സിമിലർ ആണ്. ദാറ്റ് മീൻസ് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ് KSEB സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 250+ ആ ഒരു റേഞ്ചാണ് രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നത്. നിലവിലെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 എക്സാമിന് 120-ലധികം അഡ്വൈസുകൾ പോയിട്ടുണ്ട്, ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് KSEBയിൽ 10 റേഞ്ചിലുള്ള വേക്കൻസിയാണ് റിപ്പോർട്ടായി ആൾക്കാരെ എടുത്തിരുന്നത്. കുറെ നാളായിട്ട് KSEBയിൽ അങ്ങനെ നിയമനം നടക്കാതിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 120 പുതിയ വേക്കൻസി ഒരുമിച്ച് റിപ്പോർട്ടായിട്ടുണ്ട്. അത് റീസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് കുറെ വേക്കൻസി ആളെ എടുക്കാതിരുന്നതാണ്. പക്ഷേ 120 കൂടുതൽ വേക്കൻസികൾ കിടപ്പുണ്ട്. ഇപ്പൊ നിലവിലെ 120 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് കോമൺ കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ 10 പേർക്ക് അടുത്തേ പോയിട്ടുള്ള എല്ലാവരും KSEB ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഇപ്പം വാട്ടർ അതോറിറ്റി ടോപ്പായിട്ടിരുന്ന ആൾക്കാരൊക്കെ തന്നെ മിക്കവാറും KSEBയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. KSEBയിലോട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാര് വീണ്ടും മാറി KSEBയിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. കാര്യം സിമിലർ കാൻഡിഡേറ്റ്സ് ആണ് രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റി റാങ്ക് ലിസ്റ്റിൽ വീണ്ടും ഒരു 120 അഡ്വൈസ് ഇവിടെ KSEB പോയാൽ ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് പോകും. വാട്ടർ അതോറിറ്റി റാങ്ക് ലിസ്റ്റ് വീണ്ടും ആളെ എടുക്കേണ്ടി വരും. അപ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ഉടനെ തന്നെ ഒരു 120 അടുത്ത അഡ്വൈസുകൾ ഇവർ പോകുന്ന മുറയ്ക്ക് നടക്കും. നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. നിലവിൽ 2 റാങ്ക് ലിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ ആയിരിക്കും ഇതിനകത്ത് സാധ്യതയുള്ളത്. അവർ തന്നെ ആയിരിക്കും കയറി മാറി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്, എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുമിച്ച് ഇങ്ങനെ 120 അഡ്വൈസുകൾ? അതാണ് PSCയുടെ ഓരോ രീതികൾ. നമ്മൾ വേക്കൻസി നോക്കി പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എക്സാമിന് പ്രതീക്ഷിക്കാത്ത ഒരു വേക്കൻസിയാണ് കയറി പോയത്, അല്ലേ? അതുപോലെ തന്നെയാണ് PSCയുടെ ഓരോ കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ ദയവ് ഇവിടുന്ന് പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വേക്കൻസി മാത്രം നോക്കി പഠിക്കാനിരിക്കരുത്. എപ്പോഴാണോ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതുപോലെ തന്നെ ഇപ്പം വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ വന്നു. ഇതേപോലെ തന്നെ KSEB സബ് എഞ്ചിനീയർ സിവിൽ നോട്ടിഫിക്കേഷനും വരാം. വന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ബൾക്കായിട്ട് ആളെ എടുക്കാം. ഒരു ഉറപ്പും പറയുന്നില്ല. റീസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ഇപ്പം 120 വരെ എടുത്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ആളെ വേണമെങ്കിൽ അവർ വീണ്ടും എടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ, നമ്മൾ കാണാത്ത സാധ്യതകൾ ഇതിനകത്തൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സാധ്യതകളാണ് ഇതിനൊക്കെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ വേക്കൻസി നോക്കി പഠിക്കരുത്. മെക്കാനിക്കലും സിവിലും കാൻഡിഡേറ്റ്സ് ഉള്ളവരൊക്കെ തന്നെ ഈ എക്സാം അപ്ലൈ ചെയ്യുക, പഠിക്കുക, എക്സാമുകൾ എഴുതുക. വിനേഴ്സ് അക്കാഡമിയിൽ അതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി റെക്കോർഡ് സെഷൻസ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് വരുന്നത്. അതിൻ്റെ PDF നോട്ട്സ് പ്രിന്റബിൾ ഫോർമാറ്റിൽ ഉണ്ടാവും, എക്സാമുകൾ ഉണ്ടാവും, MCQ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റിലുള്ള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഗ്രേഡ് 1 തസ്തികയിലേക്കുള്ള എക്സാം ആണ് നടന്നത്. 2025 സെപ്റ്റംബർ മാസമാണെന്ന് തോന്നുന്നു റാങ്ക് ലിസ്റ്റ് വന്നത്. ആ റാങ്ക് ലിസ്റ്റിലെ 106 ഉദ്യോഗാർത്ഥികൾ ഉള്ളതിലെ 22 ഉദ്യോഗാർത്ഥികളും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചവരായിരുന്നു. 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്, 5ാം റാങ്ക്, 8ാം റാങ്ക്, 13, 18, 22, 23, 25 അതുപോലെ കുറേ റാങ്ക് 22 റാങ്കുകാർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഭൂരിപക്ഷം പേരും ഇപ്പം ഗ്രേഡ് 1 ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേഡ് 1ന്റെ മുകളിൽ A മാത്രമേ ഉള്ളൂ. സോ താഴെ പോസ്റ്റിലുള്ള ഗ്രേഡ് 2ഉം 3ഉം അല്ലെങ്കിൽ ഓപ്പറേറ്ററും സർവേർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അവരൊക്കെ പ്രൊമോഷൻ പോലെ പെട്ടെന്ന് ഗ്രേഡ് 1ലോട്ട് മാറാൻ വേണ്ടി ഒരു സാഹചര്യം കിട്ടിയതാണ്. സോ ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് എക്സാമുകളിനകത്ത് വേക്കൻസികൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സിലബസ് സംബന്ധിച്ച് ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന തൊട്ട് മുന്നത്തെ സിലബസ് ആണ്. അതിനകത്ത് മെക്കാനിക്കലുകാർക്ക് ഒരു ന്യായീകരണം നമുക്ക് പറയാൻ പറ്റത്തില്ല. മെക്കാനിക്കലുകാർക്കുള്ള ഒരു യാതൊരു പരിഗണനയും കിട്ടാത്ത രീതിയിലാണല്ലോ സിലബസ് ഇട്ടിരിക്കുന്നത്. മെക്കാനിക്കലുകാർക്ക് അതിനകത്തൊരു മാറ്റം വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സിലബസ് മാറി വന്നാൽ
മാറിയ സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. സിലബസ് മാറണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. ഒരിക്കലും ഒരു നീതീകരിക്കുന്ന കാര്യമല്ല ഈ സിലബസിൽ ഉണ്ടായിരിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ഒക്കെ തന്നെ മെക്കാനിക്കലും സിവിലും പഠിക്കുന്നതാണ്. അതുകൊണ്ട് മെക്കാനിക്കൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു ബുദ്ധിമുട്ടാണ് മെക്കാനിക്കൽ കാൻഡിഡേറ്റ്സിന്. ഈ പറഞ്ഞ വേക്കൻസികളിലൊക്കെ മെക്കാനിക്കൽ കയറാൻ പറ്റുന്ന വേക്കൻസികളാണ്. 120 വേക്കൻസി ഒരുമിച്ച് റിപ്പോർട്ടായി, 125 അഡ്വൈസ് ഓൾറെഡി വാട്ടർ അതോറിറ്റി പോയി. അതിലൊക്കെ വിരലിൽ എണ്ണാവുന്ന മെക്കാനിക്കൽ മാത്രമേ കയറിയിട്ടുള്ളൂ. കാര്യം എന്താ, സിലബസ് കൂടുതലും സിവിൽ ടോപ്പിക്കുകളായിരുന്നു. സോ അങ്ങനെ ഒരു മാറ്റം ചിലപ്പോൾ വന്നാൽ നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നല്ലതാണെന്ന് തന്നെയാണ്. അങ്ങനെ സിലബസ് മാറുവാണെങ്കിൽ മാറിയ സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ക്ലാസ്സുകൾ കണ്ടു നോക്കാം. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.